ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ രണ്ടാമത്തെ സിനിമയാണ് ഇന്ന് കണ്ടത്. ആദ്യത്തെ പടം അടാറ് ഫ്ലോപ്പായിരുന്നു, പക്ഷെ രണ്ടാമത്തെ പടം ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. മാഡം വെബ് എന്നാണ് പടത്തിൻ്റെ പേര്. ഓക്കെ, പടത്തിൻ്റെ ഡയറക്ടറിൻ്റെ പേര് S.J. ക്ലാർക്സൺ. പുള്ളിക്കാരുടെ ഫസ്റ്റ് ഫിലിമാണ്. പിന്നെ ഇതിലത്തെ മെയിൻ ആക്ട്രസിന് എടുത്ത് പറയണം, ഡക്കോട്ട ജോൺസൺ. പുള്ളിക്കാരി പോരാക്കെന്ന് പറഞ്ഞാൽ പെർഫോമൻസിലല്ല, പുള്ളിക്കാരിക്ക് ഈ റോൾ അങ്ങോട്ട് വലിയ എഫക്റ്റീവായിട്ട് എനിക്ക് ഒട്ടും തോന്നിയില്ല. ഒരു ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണലി ആ ഒരു ഗും ഫീലിംഗ് എനിക്ക് ഒട്ടും ഫീൽ ചെയ്തില്ല. പക്ഷെ ആ കോമിക്കിൽ കാണിച്ച പോലെയൊക്കെ തന്നെ മാക്സിമം കുറെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് മാഡം വെബിനെ കണക്ക്. പിന്നെ സിഡ്നി ആയാലും എസബെല്ല, കെലസ്റ്റേ, ഇവരുടെയൊക്കെ പെർഫോമൻസ് ഓക്കെ. കാരണം ഈ മൂന്ന് പെമ്പിള്ളേരുടെ പെർഫോമൻസ് ആക്ച്വലി കാണിക്കാണ്ട് പടത്തിലൊന്നും വളരെ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. സൂപ്പർ ഹീറോ സൂട്ട് കിട്ടാന്ന് പറഞ്ഞത് അത് ആ സ്പൈഡർ വഴി കിട്ടുന്നതാണെന്നുള്ളതായിട്ട് മനസ്സിലായി. പിന്നെ തഹാർ റഹീം എന്ന് പറഞ്ഞ മെയിൻ വില്ലനുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അങ്ങേര് കുറച്ച് സ്പൈഡർ സൂട്ടിലൊക്കെ വരുന്ന സീൻ. ആ സ്പൈഡർ സൂട്ടാണെങ്കിൽ ഒരു സ്പൈഡർമാൻ കണ്ടൊരു ഫീലേ ഇല്ല, അത്ര ഒരു ഷോകമായിരുന്നു. അത്രയ്ക്ക് വലിയൊരു ഷോകം സീനായിരുന്നു. ആ ഒരു ഫൈറ്റ് സീനും ആ ആക്ഷൻ സീക്വൻസ് ഒക്കെ വെറും ലോ ക്ലാസ് സാധനം വരുന്നത്. പിന്നെ സ്വാണിയല്ലേ, പിന്നെ പഴമ്യാർവലും, അതുകൊണ്ട് അതിൻ്റെ ഇത് കാണാം. പിന്നെ ഇത് റിട്ടേൺ ബൈ മാറ്റ് സസാമ, ബ്രൂക്ക്, ക്ലയർ, അതൊക്കെ ശോകം, വേറെ ഒന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ മ്യൂസിക് വൈസ് നോക്കുവാണെങ്കിൽ മ്യൂസിക്കിൻ്റെ ഇതിലും മറ്റേ ഡയലോഗ് ഉണ്ട് കേട്ടോ, മറ്റേ ഗ്രേറ്റ് പവർ കംസ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. അതിനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും ഒരു വർക്കൗട്ടിങ് വന്നിട്ടില്ല, അതൊന്നും ഒരു ഫീലിംഗ് വന്നിട്ടില്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. മ്യൂസിക് ജൊഹാൻ, മ്യൂസിക് തരക്കേടില്ല എന്ന് പറയാം, വേറെ അത്രയ്ക്കൊന്നും എനിക്ക് തോന്നിയില്ല. സിനിമാറ്റോഗ്രഫി ഓക്കെ, ആവറേജ്. പിന്നെ എനിക്കിതിൽ ഏറ്റവും സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഭേദമായിരുന്നു. കാരണം ആദ്യം തുണ്ടെന്ന് പറഞ്ഞ പടം കണ്ടിട്ട് ഇത് കയറി കണ്ടപ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്നുള്ളൊരു ഫീൽ തോന്നി. ആക്ഷൻ സീക്വൻസ് പടത്തിൽ ഉണ്ട്, ആക്ഷൻ സീക്വൻസ് ഉണ്ട്, പക്ഷേ അതൊരു വലിയൊരു നമ്മളെ സാറ്റിസ്ഫൈ ആക്കത്തില്ല. ചുമ്മാ ഒരു ഓർഡിനറി ത്രില്ലർ പടം കാണുന്ന പോലെ എനിക്ക് പടം ഇരിക്കുന്നത്. കൂടുതൽ ആക്ഷനൊന്നും പ്രതീക്ഷിച്ചിരിക്കേണ്ട. ഞാൻ കുറേ നെഗറ്റീവ് പൊസിഷനാണ് പോയത്, അതുകൊണ്ട് കുറച്ചെങ്കിലും പോസിറ്റീവ് കിട്ടുകയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തിയേറ്ററിൽ പോയി കാണാമെന്ന് വെച്ചാൽ എനിക്കൊന്നും തോന്നിയില്ല, തിയേറ്ററിൽ കാണാനൊന്നും ഇല്ല, എനിക്കൊന്നും തോന്നിയില്ല പടം. പിന്നെ ഒരു ആവറേജ് കൊടുക്കുക, ഒരു ആവറേജ് പടം, കുഴപ്പമില്ലാത്തൊരു ആവറേജ് പടം, അത്രേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. പെർഫോമൻസ് ഒക്കെ ഒരു ആവറേജ്, എല്ലാവരും ഒരു ആവറേജാണ്. പിന്നെ ഈ മെയിൻ ആക്ട്രസ് ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരിക്ക് ചേരുന്ന ഒരു റോളല്ല ഇത്. പിന്നെ പുള്ളിക്കാരുടെ ആക്ച്വലി മറ്റേ 50 ഗ്രേഡ്സ് ഇതൊക്കെ നൈസായിരുന്നു, അതൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഇതിലൊന്നും അങ്ങോട്ട് വലിയ ഗുമ്മ് വന്നില്ല. പിന്നെ വേറെ ഒന്നും പറയില്ല, ഒരു ആവറേജ് പടം. തിയേറ്ററിൽ പോയി ഇതിനും പൈസ കളയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല, വെറുതെ പൈസയും സമയവും നഷ്ടം എന്ന് എനിക്ക് ഇതിൽ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ നേരത്തെ വെച്ച് പറയുമ്പോൾ ഇത് കുറച്ച് ഭേദം തോന്നിയായിരുന്നു, എനിക്ക് അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ.